എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ ചിപ്സ് ആണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ പാക്കറ്റുകളിൽ പല ബ്രാൻഡുകളിൽ വാങ്ങിക്കാറുള്ള ഈ ഒരു പൊട്ടറ്റോ ചിപ്സ് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ വീട്ടിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാനും പറ്റും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ പൊട്ടറ്റോ ചിപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ ചിപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഉരുളക്കിഴങ്ങാണ്. ഇതിനങ്ങനെ അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഉരുളക്കിഴങ്ങ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് നല്ല പച്ചയായിട്ടുള്ള, അതായത് വാടിയിട്ട് ഞെങ്ങ് കൊള്ളുന്ന ടൈപ്പ് ഉരുളക്കിഴങ്ങ് ഒരിക്കലും എടുക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല ഉറപ്പുള്ള ഒരു പൊട്ടറ്റോ തന്നെ വേണം കേട്ടോ നമ്മൾ ഈ ഒരു പൊട്ടറ്റോ ചിപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്കൊരു 4 ഉരുളക്കിഴങ്ങിൻ്റെയും ആ ഒരു തൊലി ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. ഇതുപോലെ തൊലി ഫുൾ ഇതുപോലെ ചെത്തി കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലൊരു വെള്ളത്തിലേക്ക് വന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ ആയിട്ട് തൊലി ചെത്തിയതിന് ശേഷം ഇതുപോലെ ഒരു വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഉരുളക്കിഴങ്ങും എടുത്തിട്ട് നല്ല പോലെ തന്നെ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചിട്ടെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ വെള്ളമയം കാണാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മളൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചിട്ടെടുക്കുക. അപ്പോൾ ഒരു വെള്ളമയൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ കനം കുറഞ്ഞ് വേണം കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു സ്ലൈസറാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് പാത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു സ്ലൈസർ. ഈ ഒരു ടൈപ്പ് സ്ലൈസർ എടുക്കുമ്പോൾ ഇത് നമുക്ക് 2 ഷേപ്പിൽ സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ലേസ് ഒക്കെ പോലെ ചെറിയൊരു വര പോലുള്ള ഒരു ഡിസൈൻ കിട്ടണമെങ്കിൽ ഈ ഒരു ഭാഗം ഉപയോഗിച്ച് നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് നോർമലായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു നോർമലായിട്ടാണ് കേട്ടോ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ സ്പീഡിൽ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഭാഗം എത്തുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം കേട്ടോ. നല്ല മൂർച്ചയുള്ള സ്ലൈസറൊക്കെ ആണെങ്കിൽ നമ്മുടെ കൈ ചിലപ്പോൾ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഭാഗം എത്തുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇതുപോലെ കനം കുറഞ്ഞ് ഈ ഒരു രീതിക്ക് വേണം നമ്മളിത് സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലൊരു വെള്ളമയം കാണും. ആ ഒരു വെള്ളമയം നമ്മൾ ഒരു തുണി വെച്ചൊന്ന് തുടച്ചിട്ടെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചിട്ടെടുക്കുക. നമ്മളൊരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ ഫുള്ളായിട്ട് നിരത്തിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തുടച്ച ഒരു വെള്ളമയം ഒന്ന് കളഞ്ഞിട്ടെടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് എല്ലാം കൂടി നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാം തന്നെ ഒരു വെള്ളമയം കളഞ്ഞിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല മീഡിയം ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് തിളച്ചു മറിഞ്ഞ് കിടക്കുന്ന ഒരു ഓയിലേക്ക് ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇതുപോലെ നമ്മൾ പൊട്ടറ്റോ ചിപ്സ് റെഡിയാക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഒരു ചൂട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് തീ അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കാതെ, എന്നാൽ തീ ഒരുപാട് കുറയ്ക്കുകയും ചെയ്ത്, തീ ഒരുപാട് കുറച്ച് നമ്മളിത് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഇതിൽ എണ്ണ കുടിക്കും. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും ആവത്തില്ല. ഇത് കണ്ടില്ല, ഇതുപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അതിൻ്റെ ഒരു വെള്ളമേ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് മീഡിയം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി.
ഇതിലും ഒരുപാടങ്ങ് കളറങ്ങ് മാറിപ്പോരുത് കേട്ടോ. കാരണം എണ്ണയ്ക്കൊക്കെ ഒരുപാട് ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറൊക്കെ പെട്ടെന്ന് അങ്ങ് മാറിപ്പോകും. ആ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് വേണം നമ്മൾ പൊട്ടറ്റോ ചിപ്സ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊട്ടറ്റോ ചിപ്സ് എല്ലാം തന്നെ ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇതിൽ നിന്ന് വെതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു ഉപ്പും മുളകും ഒക്കെ എല്ലാ ചിപ്സിലും ആകുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ലേസൊക്കെ വാങ്ങിക്കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇതുപോലെ പൊട്ടറ്റോ ചിപ്സ് വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാവുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു പുറത്തുനിന്ന് ഒരു പാക്കറ്റ് ചിപ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ഇതിലൊരു സ്ലൈസർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇത് ചെയ്തിട്ടെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.